നമസ്കാരം. യൂണിക് ടെക്സ്ചർ ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ കാണുന്നത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഏറ്റവും പുതിയ ഡിസൈനായ ആൻറ്റിക്കോ ഫിനിഷ് എന്ന വർക്കാണ്. ഈ വർക്കിൻ്റെ ഫിനിഷിംഗ് ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് നമ്മുടെ വർക്ക് ചെയ്യാനുള്ള ഏരിയയാണ്. ഇത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആൻറ്റിക്കോ ഫിനിഷ് ബേസ് കോട്ടാണ്. ആൻറ്റിക്കോ ഫിനിഷ് ബേസ് കോട്ട്. ഇത് തുറന്നു നോക്കുമ്പോൾ വളരെ ചെറിയ തരിയുള്ള വൈറ്റ് കളറിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് നമുക്ക് വർക്ക് ചെയ്യേണ്ട ടൂൾസുകളാണ് SS ട്രവൽ, ഫൈബർ ട്രവൽ, ഒരു സ്ക്രാപ്പർ. ഇനി നമുക്ക് ബേസ് കോട്ടിനെ ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു സ്റ്റിക്ക് കൊണ്ട് ഇളക്കിയതിന് ശേഷം ഫസ്റ്റ് കോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഫസ്റ്റ് കോട്ട് ചെയ്യുന്നത് SS ട്രവലിന് തന്നെ ആയിരിക്കണം. ഫസ്റ്റ് കോട്ടെന്നല്ല, ഈ വർക്കിൽ ഫുൾ ടൈം ഉപയോഗിക്കുന്നതും SS ട്രവൽ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് അതിൻ്റേതായ പൂർണ്ണമായ രൂപത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ആ ചെറിയ സ്ക്രാപ്പർ കൊണ്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സാധനം SS ട്രവൽ എടുത്തിട്ട് വളരെ ഭംഗിയായി ഫസ്റ്റ് കോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഭിത്തിയിൽ പ്രൈമർ അടിച്ച് പൊട്ടിയിട്ട് നല്ലതുപോലെ തേച്ച് പ്രൈമർ അടിച്ച് അതിനുശേഷം മാത്രമേ ഈ വർക്ക് ചെയ്യാവൂ. ചുമരിൽ ചെറിയ വിള്ളലുകളോ ചെറിയ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ പാടുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ അത് ബാധിക്കുന്നതായിരിക്കും. കൃത്യമായിട്ടും എല്ലാ ഭാഗങ്ങളിലും ഫസ്റ്റ് കോട്ട് എത്തിയിരിക്കണം. അത് വളരെ സൂക്ഷ്മമായി ചെയ്യുക. ശ്രദ്ധയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വർക്ക് പൂർണ്ണമായി വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അശ്രദ്ധമായി ഈ വർക്ക് ചെയ്യരുത്. വളരെ അധികം നല്ല രീതിയിൽ ഈ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായി ചെയ്യാവുന്നതാണ്. ഇത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ സീ സ്പോഞ്ച് എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇത് നമുക്ക് റോയൽ പ്ലേയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ നമുക്ക് ആൻറ്റിക്കോ ഫിനിഷ് കോട്ടിന് വേണ്ടി ഈ സീ സ്പോഞ്ച് എന്ന ടൂൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നു. ഇതാണ് ആ സീ സ്പോഞ്ച്. ഈ ടൂൾ കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫസ്റ്റ് കോട്ട് ഇട്ടതിന് ശേഷം സെക്കൻഡ് കോട്ട് പാറ്റേൺ കോട്ടായി നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ചെയ്ത ആ മെറ്റീരിയൽ തന്നെയാണ് സെക്കൻഡ് കോട്ടിനും ഉപയോഗിക്കുന്നത്. ബേസ് കോട്ട് ചെയ്ത ആ മെറ്റീരിയൽ തന്നെയാണ് വീണ്ടും സെക്കൻഡ് കോട്ടിനായി ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കൃത്യമായി ആ സീ സ്പോഞ്ച് കൊണ്ട് നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ സൂക്ഷ്മമായി ചെയ്യുക. ചെയ്യുമ്പോൾ ഇത് കട്ടി കൂടാൻ പാടില്ല, എന്നാൽ തീരെ കുറഞ്ഞു പോകാനും പാടില്ല, ഒത്തിരി ക്യാപ്പൊന്നും വരാൻ പാടില്ല. ആ വീഡിയോ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് ചെയ്യുക. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ബേസ് കോട്ട്, സെക്കൻഡ് കോട്ട് എല്ലാം വൈറ്റ് കളറാണ്. അതുകൊണ്ട് നല്ലപോലെ പ്രകാശമുള്ള ഒരു ലൈറ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അടുത്ത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മളെ പാറ്റേൺ കോട്ട് ചെയ്തതിന് ശേഷം SS ട്രവൽ കൊണ്ട് ഇതുപോലെ നിരത്തി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തട്ടി നിരത്തി ക്ലിയർ ചെയ്യുക. ഇതും SS ട്രവൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഫൈബർ ട്രവൽ ഇതിന് ഉപയോഗിക്കരുത്. SS ട്രവലിന് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധയോടെ ചെയ്താൽ വളരെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. നല്ല ഭംഗിയുള്ളതാണ്. ഇതിൽ ഏഷ്യൻ പെയിൻറ്റ്സിന് തന്നെ ഒത്തിരി കളറുകൾ ഇതിൽ ഏഷ്യൻ പെയിൻറ്റ്സ് ഇറക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെയ്യുന്നത് ഒരു നീല ടിൻറ്റ് വരുന്ന കളറാണ്.
ഇതുപോലെ വളരെ ഭംഗിയായി വടിച്ചെടുക്കുക. ഇത് സെക്കൻഡ് കോട്ട്, അതായത് പാറ്റേൺ കോട്ട് ഇട്ടതിന് ശേഷം കാണുന്ന ഒരു ഭിത്തിയാണ്. ഇതുപോലെ ഇരിക്കേണ്ടതാണ് സെക്കൻഡ് കോട്ട്, അതായത് പാറ്റേൺ കോട്ട് തന്നെയാണ് സെക്കൻഡ് കോട്ട് എന്ന് പറയുന്നത്. ഇത് ഇടുമ്പോൾ ഈ ഒരു റിസൾട്ട് ഉണ്ടാകണം. ഇത് അതിൻ്റെ ടോപ്പ് കോട്ടാണ്. ഏഷ്യൻ പെയിൻറ്റ്സ് ആൻറ്റിക്കോയുടെ ടോപ്പ് കോട്ടാണ്. ഇത് വളരെ പേസ്റ്റ് രൂപത്തിൽ കാണുന്ന ഒരു പെയിൻ്റാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ സ്റ്റെയിനർ ചേർക്കാം. ഇതിപ്പോൾ അവരുടെ കമ്പനി കാറ്റലോഗ് തന്നിരിക്കുന്നത് പോലെയുള്ള കളറാണ്. അത് പെയിൻറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അവരിപ്പോൾ കളർ മിക്സ് ചെയ്ത് തരുന്നില്ല. സ്റ്റെയിനർ സെപ്പറേറ്റാണ് തരുന്നത്. ഞങ്ങൾ കൊണ്ടത് ആവശ്യത്തിന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും നല്ലതുപോലെ ആ മെറ്റീരിയൽ കളർ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ SS ട്രവലിന് ഫസ്റ്റ് കോട്ട് കളർ ടോപ്പ് കോട്ടിൽ ഫസ്റ്റ് ഇതുപോലെ വടിച്ചെടുക്കാവുന്നതാണ്. അതും SS ട്രവലിന് തന്നെ ആയിരിക്കണം. നല്ല രീതിയിൽ ഫസ്റ്റ് കോട്ട് ടോപ്പ് കോട്ടിൻ്റെ ഫസ്റ്റ് കോട്ട് ഇതുപോലെ നല്ല രീതിയിൽ വടിച്ചെടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലും ക്യാപ്പ് വീഴാൻ പാടില്ല. എല്ലായിടത്തും ഒരേപോലെ പെയിൻറ്റ് വീഴണം. അധികം കട്ടി വീഴരുത്. എല്ലായിടത്തും ഒരേ കണക്കിന് തന്നെ ആ പെയിൻറ്റ് എത്തിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം ഫൈനൽ റിസൾട്ട് ആകുമ്പോൾ കളർ കൂടിയും കുറഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് വളരെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ്. ഇതിൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ശ്രദ്ധയോടെ ചെയ്യുക എന്നുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. കാരണം ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഇത്തിരി കോസ്റ്റ് കൂടുതലാണ്. മറ്റ് സാധാ ടെസ്റ്ററുകളൊക്കെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ മെറ്റീരിയലിന് ലേശം കോസ്റ്റ് കൂടിയതാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ചെയ്താൽ നമുക്ക് മെറ്റീരിയൽസ് നഷ്ടപ്പെടാതെ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പാളിച്ച വന്നു പോയാൽ പിന്നെ കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞിട്ട് ഒന്നൊന്ന് ചെയ്യേണ്ടി വരും. അതിനുള്ള ഇടവരുത്താതെ ശ്രദ്ധയോടുകൂടെ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിരിക്കുന്ന വീഡിയോ ആണ് ആദ്യം കണ്ടത്. ഇപ്പോൾ സെക്കൻഡ് കോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് ചെയ്തതുപോലെ തന്നെയാണ്, ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് വീണ്ടും SS ട്രവലിന് ഇതുപോലെ വടിച്ചെടുക്കാം. ആ SS ട്രവല് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നല്ലതുപോലെ 4 സൈഡിലേക്കും ഈ പെയിൻറ്റ് ഇതുപോലെ വടിച്ചെടുക്കാവുന്നതാണ്. ഇത്രയും മനോഹരമായ രീതിയിൽ വർക്ക് എടുക്കാവുന്നതാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കും കൂടെയാണ്. വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് ചെയ്തു തരുന്നതാണ്. വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനും എന്നെ വിളിക്കാവുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്നെ വിളിക്കുകയോ എൻ്റെ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.